ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കായ വറുത്തത് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ഓണ സമയത്തൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒത്തിരി ദിവസം നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോനോളം കായ എടുത്തിട്ടുണ്ട്. നല്ല പച്ചക്കായാണ് എടുത്തിട്ട്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. ഇതൊന്ന് തൊലി പൊളിച്ചെടുക്കുന്നത് മാത്രമാണ് കുറച്ച് ജോലിയായിട്ടുള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ 2 സൈഡ് മുറിച്ച് കൊടുത്ത് കത്തി വെച്ച് നമുക്ക് ഈ തൊലി വേറെ മാറ്റണം. അപ്പോൾ ഈ തൊലി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തൊലി പൊളിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ തൊലി പൊളിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് തൊലി പൊളിച്ച ഉടനെ തന്നെ വെള്ളത്തിലിടണം. ഇതിൻ്റെ തൊലി വേറെ വെള്ളത്തിലിടണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന കായം ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു കത്തി വെച്ചോ സ്പൂണ് വെച്ചോ ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുക്കണം. അത് എക്സ്ട്രാ ഇതിൻ്റെ തൊലി എങ്ങാനും ഇതിലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രാപ്പർ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരേപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതുപോലെ കൈവച്ച് അരിയുമ്പോഴാണ്. നമ്മുടെ വിരൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒരു സൈഡിൽ. അന്നേരം നമുക്ക് അതിൻ്റെ ആ കനം അറിയാൻ പറ്റും. ഒത്തിരി കനമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റെപ്പിനുള്ള ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേറിട്ട് നിൽക്കണം കേട്ടോ. ഇനി ഇതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഞാനിവിടെ 1/2 ഗ്ലാസോളം വെള്ളം ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ കായ വറുത്തതിലൊക്കെ ഉപ്പ് ഉണ്ടാവില്ലേ, അത് പക്ഷേ നമ്മളിങ്ങനെ വെതറി കൊടുക്കുന്നതല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. ഞാനിവിടെ മുന്നേ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ. അപ്പോൾ എണ്ണ നമ്മൾ ഇഷ്ടം പോലെ ചേർക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ. ഇത് ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഈ പച്ചക്കായ ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ആദ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സംശയമില്ലാതെ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എന്നിവിടെ ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല കേട്ടോ ഈ എണ്ണയിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കളറ് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇതിൽ എല്ലായിടത്തും പിടിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 1/2 സ്പൂണും കൂടെ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ കട്ട കെട്ടി കിടക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനി വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. പിന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നിനോട് തട്ടാത്ത രീതിയിൽ തന്നെ ഇരിക്കുക. അത് നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം കേട്ടോ. നമ്മൾ ബനാന ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിത് അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്ര വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഒരാഴ്ച മുന്നേ ഒക്കെ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമുക്കൊരു ടിന്നിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ ആക്കി അടച്ച് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അടുത്ത സ്റ്റെപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഒട്ടും സംശയമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ അരിഞ്ഞെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഈ തിളയെല്ലാം നിന്നിട്ട് അതിങ്ങനെ പൊങ്ങി നിൽക്കും.
അപ്പോൾ അത് അടുത്തതും ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വളരെ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് കേട്ടോ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുക. അപ്പോൾ അതാ നമ്മുടെ കായ വറുത്തത് ഇവിടെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.